നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ നല്ല ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര നല്ല ദിവസങ്ങളിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. മഴയാണ്, പെരുമഴയാണ്. ഈ മഴയുണ്ടാക്കുന്ന ദുരിതം അത് എത്രയോ ആളുകളുടെ വീട് നഷ്ടപ്പെടുത്തുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ തോടുകളാകുന്ന അവസ്ഥയാകുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ 2 പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഈ മഴക്കെടുതിയിൽ. അത്തരത്തിലുള്ള ദുഃഖകരമായ വാർത്തകളും ഈ മഴ സമയത്ത് നമ്മളെ നിരന്തരം തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയും. നമ്മൾ ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തിന്റെ മഴ സാഹചര്യം ഇന്ന് എങ്ങനെയാണ്, മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടം, അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ കനത്ത നാശമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി. എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. വ്യാപക കൃഷിനാശവും ഉണ്ടായി. ഇന്നും മഴ തുടരും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. അതേസമയം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. കോട്ടയത്ത് ഈരാറ്റുപേട്ട, പാല അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഡാൻ കുര്യൻ, ഡാനി പോൾ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത്. ഡാനി പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേഘവിസ്ഫോടനം എന്നുള്ള ഒരു പ്രതിഭാസമുണ്ടായി. വളരെ പൊടുന്നനെ നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇൻഫോ പാർക്കിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. വല്ലാത്ത ദുരിതത്തിലേക്ക് എറണാകുളം നിവാസികൾ ഒരൊറ്റ മണിക്കൂറിൽ എത്തിപ്പെട്ടു എന്നുള്ളതായിരുന്നു സാഹചര്യം. എങ്ങനെയാണ് ഇന്നത്തെ എറണാകുളത്തിന്റെ ഒരു ചിത്രം? ഈ വെള്ളക്കെട്ട്, മഴയൊരു അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, വെള്ളക്കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? അതെ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സാഹചര്യം അല്ല ഇന്ന് കൊച്ചിയിലുള്ളത്. വളരെ ആശ്വാസമുള്ളതാണ്. കാരണം ഇന്നലെ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മഴ പെയ്യുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കൊച്ചി, എറണാകുളം ജില്ലയിൽ പൊതുവെയുള്ളത്. മഴ വളരെ ദുർബലമായ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മഴ പെയ്തുണ്ടെങ്കിൽ പോലും അത് ഇന്നലത്തെ ദിവസത്തെയോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ്. വളരെ ദുർബലമായി മാത്രമേ ഉള്ളൂ ഇതുവരെയുള്ളൊരു അന്തരീക്ഷം. ഇനി അത് പിന്നീട് മാറുമോയെന്ന് അറിയില്ല. ഏതായാലും ഇന്നലെ നമ്മൾ പറയപ്പെടുന്നത് പോലെ മേഘവിസ്ഫോടനം എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക്, അതിശക്തമായ രീതിയിലേക്ക് മഴ പെയ്ത്ത് ഉണ്ടായി. അത് പല ഭാഗങ്ങൾ, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളെ വളരെ സാരമായിട്ട് തന്നെ ബാധിച്ചു. പ്രത്യേകിച്ച് കളമശ്ശേരി ആയിരുന്നു ഇതിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത്. കളമശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 30ഓളം വാർഡുകൾ, കളമശ്ശേരി നഗരസഭയുടെ കീഴിൽ വരുന്ന 30ഓളം വാർഡുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിൻ്റെ പിടിയിലേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ള കളമശ്ശേരി VHSSൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 10ഓളം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചു. 33 പേർ അവിടെ കഴിയുന്നുണ്ട്. അതോടൊപ്പം കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് 10 കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ ഇതുവരെ തുറക്കേണ്ടി വന്നിട്ടുള്ളത്. പറവൂർ താലൂക്കിൽ മരം വീണ ഒരു വീടിന് സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ദുരിതവശങ്ങൾ. ഇന്നലെ കാര്യമായ രീതിയിൽ മഴ പെയ്തുണ്ടായി. മുങ്ങിപ്പോയ ഇൻഫോ പാർക്ക്, അതോടൊപ്പം തന്നെ കളമശ്ശേരിയുടെ തന്നെ മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സൊക്കെ ആയിരിക്കും നടക്കുക. ശുചീകരണത്തിനായിരിക്കും ഇന്ന് അവിടെ പ്രാധാന്യം കൊടുക്കുക. കാരണം വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ, കളമശ്ശേരി ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളം നിറയുകയായിരുന്നു. മൂലേപ്പാടം റോഡ്, റോക്ക്വെൽ റോഡ്, വട്ടേക്കുന്നം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം, മൂലേപ്പാടത്ത് ഒരു മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തു. തൃക്കാക്കരയിൽ ഇന്നലെ ഒരു കാറ് വെള്ളത്തിലേക്ക് വീണു. റോഡും തോടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആ വഴി പോയ അപരിചിതനായ യാത്രക്കാരനായിരുന്നു വെള്ളത്തിലേക്ക് പോയത്. അയാളെ രക്ഷപ്പെടുത്തുകയും കാറ് കരകയറ്റുകയും ചെയ്ത സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായി. ഇന്നൊക്കെ വരുമ്പോൾ തികഞ്ഞ ഒരു ആശ്വാസമാണ്. മഴ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. മഴ തൂവലുണ്ടെന്നല്ലാതെ ഒരു ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. അതൊരു ആശ്വാസം തന്നെയാണ്. ഇന്ന് ആ മേഖലകളിൽ ഇന്നലെ ആളുകൾക്ക് ഒഴിഞ്ഞു പോരേണ്ടി വന്ന, ഇന്നലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകോപനം നിർവഹിച്ച. പലരും തന്നെയും അടിയന്തരമായി ചെറിയ ഫൈബർ ബോട്ടുകൾ ഇറക്കി അവരെ അവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം എന്തായാലും ഇന്നില്ല. ആര്യ?
തീർച്ചയായും ഡാനിയുടെ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആശ്വാസം തോന്നി കേട്ടോ. കാരണം ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം ദുരിതപൂർണ്ണമായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. റോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയണം ഡാനി. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ദൃശ്യങ്ങളിലൂടെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടുത്തെ റോഡുകളിലെ നീണ്ട ബ്ലോക്ക്, റോഡുകളെല്ലാം വെള്ളക്കെട്ടായിരിക്കുന്നു. ഈ സിറ്റിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും റോഡുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എന്നാലും എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മൺസൂൺ 31-ാം തീയതി എത്താനും പോവുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വെള്ളക്കെട്ട് ഈ റോഡിൽ നിന്ന് മാറ്റുന്നതിൽ, അത്തരത്തിൽ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ആലോചിക്കുന്നുണ്ടോ കോർപ്പറേഷൻ? ആ രീതിയിലേക്ക് ചില വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്ന ഒന്നും ചേർക്കട്ടെ. ചെറിയ മഴ പെയ്തു തുടങ്ങി. ഏതായാലും നമ്മൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല. ചെറിയ രീതിയിൽ മഴത്തൂവലുണ്ട്. എന്തായാലും അതൊന്നും ഇന്നലത്തെ ദിവസത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ്. ഇന്നേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലുള്ളൊരു മഴ പെയ്ത്ത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് ഒട്ടും അപകടപ്പെടുത്തുന്നതല്ല. പ്രധാനമായി എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടപ്പള്ളി പ്രദേശം വലിയ രീതിയിൽ മുങ്ങിപ്പോയതാണ്. ആ പ്രദേശത്ത് നിരവധിയായ ഷോപ്പിംഗ് സെൻറ്ററുകളെല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നേരിടുന്നൊരു പ്രശ്നം, നാട്ടുകാർ പറയുന്നൊരു കാര്യം, വലിയ രീതിയിൽ ഇത്തരം സെൻറ്ററുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ വെള്ളം ഉണ്ടാകുമ്പോൾ അത് ഒഴുകിപ്പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കാനകൾ സമ്പ്രദായങ്ങൾ മാറുന്നില്ല. തീർത്തും അശാസ്ത്രീയമായി മാറുന്നു. പലയിടത്തും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഒഴുകിപ്പോകാൻ കാനകളിലേക്കുള്ളൊരു കണക്ടിവിറ്റി റോഡിൽ നിന്നുണ്ടാകുന്നില്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പല കടക്കാരും തന്നെ അതെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് മറച്ച് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കാറുകൾ കയറി കിടക്കുന്ന രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിലേക്ക് ഒരു വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യം നഗരസഭയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡുകളിലെ ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ഭാഗങ്ങളിലാണ് കൂടുതൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. നമ്മൾ കല്ലൂർ സ്റ്റേഡിയമാകട്ടെ, അല്ലെങ്കിൽ സ്റ്റേഡിയം പരിസരവും, അല്ലെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ പാലാരിവട്ടം, MG റോഡ് എന്നിവിടങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഈ രീതിയിലുള്ളൊരു അശാസ്ത്രീയത കാണാൻ കഴിയും. പലപ്പോഴും അതിന് മുകളിലേക്ക് വെള്ളം ഒഴുകി പോകാനായിട്ട് വളരെ ചെറിയ ഒരു ഒരു ഗ്രില്ല് മാത്രമാണ് കമ്പികൾ കൊണ്ട് സ്ഥാപിച്ചിരുന്നത്. അത് മാലിന്യം അടിഞ്ഞ് മൂടിപ്പോകുന്നൊരവസ്ഥ, റോഡിലെ കല്ലും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞ് മൂടിപ്പോകുന്ന അവസ്ഥ, അതൊന്നും കൃത്യമായിട്ട് ചെയ്തു പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണം. എങ്കിൽ മാത്രമേ റോഡുകളിലെ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. കാരണം കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങളോടുകൂടി ഇത് നടപ്പാക്കുക. കാനകൾക്ക് വലിയ രീതിയിൽ ആഴം കൂട്ടുകയും ബലപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വെള്ളം ഒഴുകിയെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവിധ നഗരസഭകൾ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രൂപപ്പെട്ട ബ്ലോക്ക് ഏതാണ്ട് 5 കിലോമീറ്ററിലധികം നിന്നിരുന്നു എന്നതാണ്. അത് റോഡിലെ വെള്ളക്കെട്ട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് ഒഴിവാക്കാൻ കഴിയുന്നത് തന്നെയാണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നഗരസഭയുടേതടക്കമുള്ള ഭാഗത്തുനിന്നുണ്ടാകണം. അത് നടപടിയെടുക്കാൻ, പിഴ ചുമത്താൻ തയ്യാറാകണം. ഓരോ സ്ഥാപനവും അവരവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഇത്തരം പാർക്കിംഗ് സംവിധാനം ഒരുക്കുമ്പോൾ അത് വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങളെ തടഞ്ഞുകൊണ്ടാകരുത് എന്ന ആവശ്യം ഉയരുന്നു. അത് ഇപ്പോഴുള്ള വെള്ളക്കെട്ടുകളെല്ലാം തന്നെ അതൊരു പാഠമാണ്. അതിൽ നിന്ന് കൂടുതൽ പഠിച്ച് നഗരസഭകൾ മുന്നോട്ട് പോകേണ്ടതുമാണ്. തീർച്ചയായും ഡാനി എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഞാനും പറഞ്ഞു ഡാനിയുടെ ഫ്രെയിം കാണുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, മഴ മാറി നിൽക്കുന്നു എന്നൊക്കെ. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുട പിടിക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും അതാണ് നമ്മുടെ സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം. എപ്പോൾ വേണമെങ്കിലും പൊടുന്നനെ മഴ പെയ്യാം. എറണാകുളത്തെ ഇന്നലത്തെ സാഹചര്യം അല്ലെങ്കിൽ പോലും അവിടെ വീണ്ടും ചെറിയ തോതിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ്. എന്തായാലും താങ്ക് യു ഡാനി പോളാണ് എറണാകുളത്തെ മഴ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇനി ഞാൻ പോകുന്നത് കോട്ടയം
ജില്ലയിലേക്കാണ്. കഴിഞ്ഞ ദിവസം അവിടെ കോട്ടയം ജില്ലയിലും മഴയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടമൊക്കെ സംഭവിച്ചിരുന്നു. കോട്ടയത്തേക്ക് എത്തുമ്പോൾ ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായി. മഴയുമായി ബന്ധപ്പെട്ട് മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? ആര്യ, മഴ ഒരൽപ്പം മാറി നിൽക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒരു 3 മണി മുതൽ കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. ഇന്ന് രാവിലെയും അതേ സ്ഥിതിയാണ് ഇതുവരെ തുടരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും മഴ വീണ്ടും ഇടയ്ക്ക് കനക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ ഈ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത് ഈ ഉരുൾപൊട്ടൽ തന്നെയാണ് പ്രധാന കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് തലനാട്, തീക്കോയി, ഒപ്പം തന്നെ ഭരണങ്ങാനം വില്ലേജിൽപ്പെട്ട സ്ഥലം, ഈ 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അങ്ങനെ മീനച്ചിലാറ്റിൽ വലിയ രീതിയിൽ വെള്ളം കൂടുന്നു. അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിലും പാലാ നഗരത്തിൽ ഏതാണ്ട് രാത്രി വൈകുന്നേരത്തോടു കൂടിയും വെള്ളം കയറുന്ന സ്ഥിതി വന്നത്. ആ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു ആശ്വാസം. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ ഇത്തരം വിവിധയിടങ്ങളിലെ മഴ കാരണം, അതിശക്തമായ മഴ കാരണം തോടുകളിലൂടെയും മറ്റും വെള്ളം ഒലിച്ച് കയറി പലയിടത്തും ജനങ്ങൾ ദുരിതത്തിലായിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ആളുകൾ, 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ 300-ലധികം ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 16 വീടുകൾ ഏതാണ്ട് ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ഒരു വീട് കോട്ടയം താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഇന്നും ഈ മഴ തുടരും എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇന്നും ഉണ്ടാകും. അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള നിയന്ത്രണങ്ങളടക്കം ഇന്നും തുടരും എന്ന് തന്നെയാണ്. കൺട്രോൾ റൂം ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഏകോപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തോടുകളിൽ പലയിടത്തും, ഈ മണിമല, പന്നകം തോടടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ വൈക്കത്ത് മീൻ പിടിക്കാൻ പോയ തൊഴിലാളി കാറ്റത്ത് വള്ളം മറിഞ്ഞ് മരിക്കുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായി ജില്ലയിൽ. ഒരാളെ ഈ കൊക്കയാർ ഭാഗത്ത് നിന്ന്, ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്, അവിടെ നിന്ന് കാണാതായതായുള്ള സൂചനകളുണ്ട്. അത് സംബന്ധിച്ച് അന്തിമമായൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. എന്തായാലും മഴ ഒരൽപ്പം മാറി നിൽക്കുന്ന ഒരു ആശ്വാസത്തിലാണ് ഇന്ന് രാവിലെ ഉള്ളത്. അത് ഇനി ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് മഴ കടുക്കുമോ എന്നുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം പൂർണ്ണമായി ഇനിയിപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഒലിച്ചെത്തുന്നത്. അവിടെ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആഴ്ചകളോളം വെള്ളക്കെട്ടുകൾ ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ, ഐമന, മാർപ്പൂക്കര, തിരുവാർപ്പ്, അങ്ങനെ വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട വൈക്കത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ ഇപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഇത്തരം മേഖലകളിൽ വെള്ളം കയറുന്നതിനും കൂടുതൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും അതാണ് കോട്ടയത്തിന്റെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം അവിടെ ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്ക ഭീഷണിയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ശ്രീജിത്ത് നൽകിയത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളെല്ലാം സാധാരണ ഒരൊറ്റ മഴയിൽ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന പതിവാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും തുടരുന്നുമുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? കഴിഞ്ഞ ദിവസം 2 മരണം തലസ്ഥാനത്ത് റിപ്പോർട്ടും ചെയ്തു മഴക്കെടുതിയിൽ, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ഇന്നലെ തുടർച്ചയായ മഴയായിരുന്നു രാവിലെ മുതൽ പെയ്തുകൊണ്ടിരുന്നത്. ഇന്നും സമാനമായ തരത്തിൽ ഓറഞ്ച് അലർട്ട് അല്ല, ഇന്ന് മഞ്ഞ അലർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറ പാലത്തിനടുത്താണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. കടലാക്രമണ ഭീഷണി കൃത്യമായി തീരമേഖലയിൽ നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം അതിശക്തമായ തിരമാലകളാണ് കരയിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. തീരമേഖല മുഴുവൻ ആ ഭീഷണിയുടെ നടുവിലുമാണ്. വലിയതുറ, ചെറിയ തുറ, അഞ്ചുതെങ്ങ്, വെട്ടുകാട് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. പെരുമാതുറയിൽ ഇന്നലെ വള്ളം മറിയുന്ന സാഹചര്യം വരെ ഉണ്ടായി. കാരണം അത്രമാത്രം കടൽ ക്ഷോഭിച്ച ഒരു സാഹചര്യമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്വാഭാവികമായി കാലവർഷം എത്താനിരിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ആശങ്ക തന്നെയാണ് തീരമേഖലയിലെ ജനങ്ങളടക്കം പങ്കുവെക്കുന്നത്. സ്വാഭാവികമായി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ
കിള്ളിയാറ് കര കവിയുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. തുടർച്ചയായി പെയ്ത മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയിൽ സമാനമായ സാഹചര്യത്തിൽ ഇന്നും മഴ രാവിലെ മുതൽ തുടങ്ങി എന്ന് വേണം പറയാൻ. കാരണം അതിശക്തമായിട്ടല്ല എങ്കിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആകാശം മേഘാവൃതമാണ്. സ്വാഭാവികമായി ഇന്നലത്തേതിന് സമാനമായ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് തലസ്ഥാന ജില്ലയിലും ഇന്ന് സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഈ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവധിയൊക്കെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുമായി മലയോര മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് പൊന്മുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. എന്തായാലും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊന്മുടി എക്കോ ടൂറിസം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കില്ല സന്ദർശകർക്ക് വേണ്ടി എന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വലിയ തരത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിലടക്കം യാത്ര പാടില്ല എന്ന കർശനമായ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. തീരമേഖലയിലേക്കും വിനോദസഞ്ചാരത്തിനായി ആരും പോകേണ്ടതില്ല എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. സ്വാഭാവികമായി വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായി ശാശ്വതമല്ല എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലല്ല തലസ്ഥാന നഗരിയിലെ ഓടകളുടെ മറ്റും മാലിന്യ നീക്കം. അത് നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. പല പ്രദേശങ്ങളിലും മഴയൊന്ന് പെയ്ത് മാറിയാൽ ഉടൻ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അത് 3-4 മണിക്കൂർ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് മണക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം അത് കണ്ടതുമാണ്. സ്വാഭാവികമായി ആ കനത്ത മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യതയെന്ന് വേണം കരുതാൻ. ആര്യ, ഡാൻ, ഒരു കാര്യം കൂടി, അതായത് ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്രെയിമിൽ തന്നെ നമ്മുടെ ഈ കടൽ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. കടലാക്രമണ സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. കടൽ കലുഷിതമാണ്. ഈ തീരദേശ മേഖലകളിൽ നിന്നൊക്കെ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ ആലോചിക്കുന്നുണ്ടോ അധികൃതർ? എന്താണ് അങ്ങനത്തെ ഒരു സാഹചര്യം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സ്വാഭാവികമായി എല്ലാ കാലവർഷ സമയത്തും കടലാക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ സമാനമായ തരത്തിൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ അതെല്ലാ വർഷവും നടക്കുന്നതാണ്. സ്വാഭാവികമായി ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട്. അത് കൃത്യമായി ഇവിടുത്തെ സ്കൂളുകളിലേക്ക് തന്നെയായിരിക്കും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ മാറ്റുന്ന നടപടി ഉണ്ടാകുക. നമുക്കറിയാം, ദൈന്യം നിറയുന്ന ഒരു ജീവിത സാഹചര്യം കൂടി നമുക്ക് അവിടെ പങ്കുവെക്കേണ്ടി വരും. കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയായി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. എനിക്ക് പിന്നിൽ നിരവധിയായ ബോട്ടുകളാണ്, മത്സ്യബന്ധന ബോട്ടുകളാണ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ബോട്ടുകളെ 2 ആഴ്ചയിലധികമായി കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയിട്ട് അന്നു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് കടൽക്ഷോഭം കാര്യങ്ങൾ എത്തിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളും അതിശക്തമായ മഴ തന്നെ ഉണ്ടാകും. അതിനോടൊപ്പമായിരിക്കും ട്രോളിംഗ് നിരോധനവും കൂടി എത്തുക. അങ്ങനെ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ താറുമാറായ അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ, കടലോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം മാറുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകുക. അടിയന്തരമായ ഇടപെടൽ അത് റേഷൻ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടും മറ്റും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. എന്തായാലും ഈ അതിശക്തമായ കടലാക്രമണ ഭീഷണി തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലയെ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും. തീർച്ചയായും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് മഴ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോളമായി അവർ കടലിലേക്ക് പോയിട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ കുടുംബം പട്ടിണിയാവുന്നു. ഇതൊക്കെ അധികൃതർ കാണേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ട വിഷയമാണ്. ഓരോ സാഹചര്യം വരുമ്പോഴും, മഴ വരുമ്പോഴും, കടലാക്രമണം വരുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ സംഭവിച്ചതാണ്. മഴ, വെള്ളക്കെട്ട് അത് എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എത്രത്തോളം വാഹനങ്ങളാണ് ഈ പൊടുന്നനെ ഉണ്ടായ മഴയിലും വെള്ളക്കെട്ടിലും നശിച്ചു പോയത്. പല വീടുകളിലേക്കും കടകളിലേക്കുമൊക്കെ കടയുടെ മേൽക്കൂര വരെ എത്തുന്ന തരത്തിലേക്ക്
വെള്ളം പൊങ്ങിയിരിക്കുന്നു പല സ്ഥലത്തും. എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുന്നത് ഒരു വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക്. കാരണം ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം ഒന്ന് കുറയാൻ അത് സഹായിക്കും. പക്ഷേ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ സമയത്തെ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് പറയാൻ കഴിയുകയുമില്ല. കാരണം ഏത് നിമിഷവും മഴ പെയ്യാം, ശക്തമായ മഴ പെയ്യാം. എത്ര പെട്ടെന്നാണ് പല സ്ഥലത്തും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടി നമ്മൾ എറണാകുളത്തെ മഴ സാഹചര്യം പരിശോധിക്കുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ, മഴ അവിടെ ഇവിടെ ചെറുതായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നൽകിയ വിവരം. പക്ഷെ 10 മണി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ മേഘവിസ്ഫോടനം എന്ന ശാസ്ത്രജ്ഞർ പറയുന്ന തരത്തിലുള്ളൊരു പ്രതിഭാസത്തിലേക്ക് കടക്കുകയായിരുന്നു അവിടെ. പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്തത്. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലേക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നീങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് അടക്കം വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ശക്തമായ മഴ ഇന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ജാഗ്രത കൈവിടരുത്. ഏത് നിമിഷവും ശക്തമായ മഴയും മിന്നൽ പ്രളയവും അടക്കമുള്ളവയെ നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം മെയ് 31 എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പ് മൺസൂൺ സ്ഥിരീകരിക്കുന്നത്? അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലവർഷം മെയ് 31 എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിൽ കാലവർഷം കേരളത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവ പൂർത്തിയായാൽ മാത്രമേ കാലവർഷം എത്തിയെന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. എന്താണ് ആ മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം. മെയ് 10 ശേഷം ലക്ഷദ്വീപ് ഉൾപ്പെടെ തിരുവനന്തപുരം മുതൽ മംഗളൂർ വരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ 14 സ്റ്റേഷനുകളിലെ മഴ മാപിനുകളിൽ 60% തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. മിനിക്കോയ്, അമിനി, തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, ഗുഡ്ലു, മംഗലാപുരം എന്നീ സ്റ്റേഷനുകളാണവ. ഇതിൽ കുറഞ്ഞത് 8 എണ്ണത്തിൽ തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. അടുത്തത് കാറ്റിന്റെ മാനദണ്ഡമാണ്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് 4.2 കിലോമീറ്റർ ഉയരത്തിൽ വരെ നിലനിൽക്കണം. കാറ്റിന്റെ വേഗത 28 മുതൽ 37 km/h വരെ ശക്തമാകണം. ഇതിനു പുറമെ INSAT ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ കേരളത്തിൽ കാലവർഷം എത്തിയതായി പ്രഖ്യാപിക്കുകയുള്ളൂ. മഴക്കാലം ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താലൂക്ക് തലം വരെ ഉൾപ്പെടുത്തിയുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കാലാവസ്ഥാ മാപിനികളുടെ എണ്ണം 100 ഉയർത്താൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. 35 കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുന്നതിന്റെ പിന്നാലെയാണ് മൺസൂൺ എത്തുന്നത്. എന്തായാലും കൂടുതൽ മഴ ലഭിക്കും, ശക്തമാകും എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയോടെ ഇരിക്കാം. അപ്പോൾ ഇതാണ് മൺസൂൺ സ്ഥിരീകരിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ. നമുക്കറിയാം റിമാൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം. ഈ റിമാൽ ചുഴലിക്കാറ്റിന് പിന്നാലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മിസോറാമിൽ കനത്ത നാശം സംഭവിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. തലസ്ഥാനമായ ഐസ്വാളിൽ കരിങ്കൽ ക്വാറി ഇടിഞ്ഞ് 17 പേരാണ് മരിച്ചത്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാത ഉൾപ്പെടെ പ്രധാന റോഡുകൾ പലതും തകർന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഐസ്വാൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ശക്തമായ മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് DGP അനിൽ ശുക്ല പറഞ്ഞു. മഴക്കെടുതിയിലും ക്വാറി അപകടത്തിലും മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രി ലാൽ ദുഹോമ ആശ്വാസധനം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാനുണ്ട്, രാഷ്ട്രീയ വാർത്തകൾ പരിശോധിക്കാനുണ്ട്. അതിലേക്കൊക്കെ മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന് പിന്നാലെ പോരുമുറുക്കി KSU നേതാക്കൾ. KSU സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. നീ കാണിച്ച പോരാ പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? നീ കണ്ടോ? നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കിടക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. അതേസമയം ഭീഷണി ഫോൺ കോൾ സംബന്ധിച്ച് KPCC നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കൈവിട്ട പോരിലേക്ക് കടക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? KSUവിലെ നെയ്യാർ ഡാമിൽ നടന്ന റിസർജൻസ് ക്യാമ്പിൽ തെക്കൻ മേഖലാ ക്യാമ്പിൽ ഉണ്ടായ കൂട്ടത്തല്ലിന് പിന്നാലെയാണ് സംസ്ഥാന ഭാരവാഹികൾ തമ്മിൽ തന്നെ രൂക്ഷമായ ഭിന്നത ഉണ്ടാകുകയും അത് പരസ്യമായ വിഴുപ്പലക്കലുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് NSU കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്. അതിൽ പ്രകോപിതരായാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അനന്തകൃഷ്ണനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അനന്തകൃഷ്ണൻ. സ്വാഭാവികമായി അനന്തകൃഷ്ണൻ KPCC അധ്യക്ഷൻ K സുധാകരൻ അനുഭാവിയായ ആ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഒപ്പമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കമായി കൂടി മാറുകയാണ്. എന്തായാലും ഈ KSUവിൽ ഉണ്ടായ കൂട്ടത്തല്ല്, ഈ നെയ്യാർ ഡാമിലുണ്ടായ കൂട്ടത്തല്ല്, അത് മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതോടെ KSU സംസ്ഥാന അധ്യക്ഷനെ മാറ്റണം എന്ന ആവശ്യം KPCC അധ്യക്ഷൻ മുമ്പോട്ട് വെക്കാനാണ് സാധ്യത എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അക്കാര്യം ഈ KPCC അധ്യക്ഷൻ AICC നേതൃത്വത്തെ നേരിട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് സൂചന. അങ്ങനെയാണ് എങ്കിൽ കടുത്ത ഒരു നിലപാടിൽ KPCC അധ്യക്ഷൻ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നേതാക്കൾ തമ്മിൽ കൂടി ഈ ഏറ്റുമുട്ടൽ ഏറ്റുപിടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സ്ഥിതി എത്തിക്കും. ആര്യ, ഡാൻ കുര്യനാണ് ആ വിവരങ്ങൾ നൽകിയത്. ഏതായാലും നമുക്ക് ആ ഭീഷണി സന്ദേശം അതൊരിക്കൽ കൂടി കേൾക്കാം. നീ കാണിച്ച പോരാ പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകള് കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? നീ കണ്ടോ? നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കിടക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ.
സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ. അതിന്റെ ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ കേട്ടത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇത് ഗ്രൂപ്പ് പോരാണ്. അത് മുറുകിയാൽ നേതാക്കന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടി കാണേണ്ടി വരും. ഇത് കോൺഗ്രസിന് കൂടി തലവേദനയാവുകയല്ലേ? സ്വാഭാവികമായി അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം KSU നേതൃ ക്യാമ്പിൽ ഉണ്ടായ ഈ വാക്ക് തർക്കമാണ് പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തല്ലിലേക്കുമൊക്കെ കലാശിച്ചത്. ആ നടപടികളുടെ പേരിൽ KSUവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ചുമതല വഹിച്ചിരുന്ന KPCC ഭാരവാഹികളടക്കം ഈ വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം 3-അംഗ അന്വേഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ക്യാമ്പിന്റെ നടത്തിപ്പിൽ എന്നാണ്. അതോടൊപ്പം KPCCയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് KPCC അധ്യക്ഷനെതിരായി ഒരു നീക്കം ബോധപൂർവം അവിടെ ഉണ്ടായി. KPCC അധ്യക്ഷനെ ഔദ്യോഗികമായി പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കാനുള്ള നീക്കം വരെ ഉണ്ടായി എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ റിപ്പോർട്ടിലുള്ളത്. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥി നേതാക്കൾ തമ്മിൽ വീണ്ടും പരസ്പരം വിഴുപ്പലക്കലുകളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി K. സുധാകരൻ പക്ഷം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയത്. അതിൽ ഇക്കാര്യങ്ങളിൽ ഉള്ള അതൃപ്തി K. സുധാകരൻ AICC നേതൃത്വത്തെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്, പ്രാഥമികമായിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും AICC നേതൃത്വം നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും KPCC അധ്യക്ഷൻ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന് പിന്നാലെ പോരു മുറുകുകയാണ് KSU. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി. എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. വിദേശത്തെ അക്കൗണ്ടിലേക്ക് നിരവധി കമ്പനികളിൽ നിന്ന് കോടികൾ എത്തിയെന്നും ഷോൺ ആരോപിക്കുന്നു. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ചേരുകയാണ്. CN പ്രകാശ്, ഈ ഉപഹർജിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മാസപ്പടി കേസില് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിലാണ് ഇപ്പോൾ ഹർജിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ഇപ്പോൾ ഉപഹർജി നൽകിയിട്ടുള്ളത്. ഈ ഉപഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് എക്സാലോജിക് കമ്പനിക്ക് വിദേശത്തും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ വിദേശ കമ്പനികളിൽ നിന്നും പണം എത്തിയതായി അറിയുന്നുണ്ട് എന്ന വിവരമാണ് ഈ ഉപഹർജിയിൽ പ്രധാനമായും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എക്സാലോജിക് കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിദേശത്തുള്ള അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനികളിൽ നിന്നും പണം എത്തുന്നതായിട്ടുള്ള വിവരം ഉപഹർജിയിലൂടെ ഷോൺ ജോർജ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കമ്പനിക്കുള്ള വിദേശത്തെ അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനികളിൽ നിന്നും പണം വരുന്നതായിട്ടുള്ള വിവരമാണ് ഈ ഉപഹർജിയിൽ ഷോൺ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുകയാണ് ഷോൺ ജോർജ്. ഇത്തരത്തിൽ വിദേശ കമ്പനികളിൽ നിന്ന് പണം ഇടപാട് നടത്തിയിട്ടുണ്ട്, കോടികൾ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള ഉപഹർജിയാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും SFIയുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയം കൂടിയാണ്, അന്വേഷണം ശക്തമായി നടക്കുന്ന വിഷയം കൂടിയാണിത്. ബാർക്കോഴ വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നു. അബ്കാരി നയം തീരുമാനിക്കാൻ ടൂറിസം സെക്രട്ടറിക്ക് എന്ത് അധികാരമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയുമായി സർക്കാർ. UDF കാലത്തും മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സമിതിയിൽ ടൂറിസം സെക്രട്ടറി ഉൾപ്പെട്ടിരുന്നു എന്നാണ് രേഖകൾ. ബാർക്കോഴ ആരോപണം ഉന്നയിച്ച ബാർ ഉടമ തന്നെ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നെങ്കിലും സംസ്ഥാനത്ത് ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ വലിയ വാക്പോരാണ് ഇതിനെ സംബന്ധിച്ച് നടക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് എക്സൈസ് മന്ത്രിക്കപ്പുറം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ്. എന്തിന് ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെടുന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നേതാക്കൾ ചോദിക്കുന്നത്. അതിന് കാരണം ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗവും ഈ വിവാദം വന്ന ശേഷം
അത് അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല, മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല എന്ന വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഡയറക്ടർ രംഗത്ത് എത്തിയതുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം. എന്നാൽ ഇതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത് UDF കാലത്ത് പ്രധാനപ്പെട്ട ഒരു രേഖ പുറത്തുവിട്ടുകൊണ്ടാണ്. അതായത് മദ്യനയം തീരുമാനിക്കാൻ, മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല എന്നതിന്റെ രേഖകളാണ് പുറത്തുവരുന്നത്. 2015 നിയമസഭയിൽ KK നാരായണൻ, പുരുഷൻ കടലുണ്ടി, ബാബു പാലശ്ശേരി, S രാജേന്ദ്രൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് K ബാബു അന്നത്തെ എക്സൈസ് മന്ത്രി നൽകിയ മറുപടിയിലാണ് ടൂറിസം സെക്രട്ടറിയെ ഉൾപ്പെടുന്ന ഒരു സമിതി മദ്യനയത്തെ സംബന്ധിച്ച ചർച്ചകൾക്കായി, പ്രധാനപ്പെട്ട ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുള്ളത്, വിവരങ്ങൾ ഉള്ളത്. 2014-15 വർഷത്തെ മദ്യനയത്തിൽ 5 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് നൽകിയാൽ മതിയെന്ന് UDF സർക്കാർ തീരുമാനിച്ചു. വളരെ വിവാദമായ തീരുമാനമായിരുന്നു അത്. അതിനെ തുടർന്നാണ് ബാർക്കോഴ ആരോപണം അടക്കമുള്ളവ പിന്നീട് ചർച്ചയായി വന്നതും. അന്ന് ഈ ആരോപണം വന്നപ്പോൾ, ഈ വിഷയം വരുമ്പോൾ അങ്ങനെ സഭയിൽ നൽകിയ മറുപടിയിൽ 5 സ്റ്റാറിന് താഴെ നിലവാരമുള്ള ഹോട്ടലുകൾ ലൈസൻസ് റദ്ദാക്കാനും ബെവറേജ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവയുടെയൊക്കെയുള്ള വിദേശ മദ്യ ഔട്ട്ലെറ്റുകൾ വർഷം തോറും 10% തീരുമാനിച്ചിരുന്നു. അതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ ഇത് എങ്ങനെ ടൂറിസം മേഖലയും തൊഴിൽ മേഖലയും ബാധിക്കുമെന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് അന്നത്തെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തുകയും ബിയർ വൈൻ വിതരണം ചെയ്യാൻ ലൈസൻസുകൾ കൂടുതലായി അനുവദിക്കുകയും ചെയ്തു. 2014-15 വർഷത്തിൽ സമഗ്രമായ അബ്കാരി നയം രൂപീകരിക്കുന്ന ശുപാർശകൾ സമർപ്പിക്കുന്നതിനും ഉള്ള കമ്മീഷനും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസം വകുപ്പ് ഈ വിഷയത്തിൽ മദ്യനയ രൂപീകരണത്തിൽ, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല. ടൂറിസം വകുപ്പിന് ഇക്കാലത്ത് നിർണായകമായ റോളുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾക്കുള്ള മറുപടിയായാണ് സർക്കാർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ബാർക്കോഴ ആരോപണത്തിന്റെ പ്രഭവ കേന്ദ്രം തന്നെ ആ ആരോപണം നിഷേധിക്കുന്നുവെങ്കിലും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിഷയമായി, ഭരണപ്രതിപക്ഷ പോരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ബാർക്കോഴ ആരോപണവും മദ്യനയത്തിന്റെ മുന്നോടിയായുള്ള ചർച്ചകളും മാറുകയാണ്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും VV അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാർക്കോഴ വിവാദത്തിൽ ഭരണപ്രതിപക്ഷ പോര് മുറുകുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം VD സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സർക്കാർ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ നിയന്ത്രണത്തിൽ. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നാളെയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുന്നത്. കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 കന്യാകുമാരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോംപ്ലക്സിലേക്കും അവിടെ നിന്ന് കാറിൽ സമീപത്തുള്ള പൂമ്പുകാർ ബോട്ട് ഹൌസിലെത്തി ബോട്ടിൽ സ്വാമി വിവേകാനന്ദ സ്മാരക മണ്ഡപത്തിലേക്കും പോകും. അവിടെയുള്ള സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. 3 ദിവസം അവിടെ താമസിച്ച് അവിടെയുള്ള ധ്യാന മണ്ഡപത്തിൽ ധ്യാനിക്കുകയും ചെയ്യും. തുടർന്ന് ജൂൺ 1 ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ മടങ്ങുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി സജയൻ ചേരുകയാണ് കന്യാകുമാരിയിൽ നിന്ന്. സജയൻ, എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഒരുക്കങ്ങൾ ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ 6 ഘട്ടങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നാളെ 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തുന്നത്. നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെ വിമാനത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് 4:30 കന്യാകുമാരി ഗസ്റ്റ് ഹൗസ് കോംപ്ലക്സിൽ ഇറങ്ങുകയും അവിടെ നിന്ന് കാർ മൂലം പൂമ്പുകാർ ബോട്ട് ഹൗസിലെത്തി അവിടെ ബോട്ട് മൂലം കടലിൽ നടുവ് സ്ഥിതി ചെയ്യുന്ന സ്വാമി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് പുറപ്പെടും. നാളെ 30-ാം തീയതി, അതേപോലെ 31, 1 3 ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാവുക. 30-ാം തീയതിയും 31-ാം തീയതിയും 1-ാം തീയതിയും വിവേകാനന്ദ സ്മാരക മണ്ഡപത്തിൽ ആദ്യം അവിടെ എത്തിയ അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷം 3 ദിവസം ധ്യാനത്തിൽ ഏർപ്പെട്ട ശേഷം ശനിയാഴ്ച അവിടെ നിന്ന് വൈകുന്നേരം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരികെ തിരുവനന്തപുരത്തെത്തി ഡൽഹിക്ക് പുറപ്പെടുന്ന പരിപാടിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ പൂർണ്ണമായും കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം, അതേപോലെ പൂമ്പുകാർ ബോട്ട് ഹൗസ്, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഇതെല്ലാം പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതുപോലെ മേഘം മൂടിയ ഒരു കാലാവസ്ഥയുടെ ആയതുകൊണ്ട് ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യോമസേനയുടെ ഒരു
ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ഹെലിപാഡിലേക്ക് ഒരു പരീക്ഷണ പറക്കൽ സുരക്ഷയുടെ ഭാഗമായി നടത്തിയിരുന്നു. അതുപോലെ 1000-ലധികം ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകുന്നേരം മുതൽ കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം, ബോട്ട് ഹൗസ്, അതേപോലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് പരിസര പ്രദേശങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് പ്രധാനമന്ത്രി തിരികെ പോകുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ചെല്ലാനും അതേപോലെ പൂമ്പുകാർ ബോട്ട് ഹൗസ്, കന്യാകുമാരിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുന്നതിന് പൂർണ്ണമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആര്യ. ശരി, സജയ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. വലിയ സുരക്ഷയിലാണ് കന്യാകുമാരി ഉള്ളത്. വിനോദസഞ്ചാരികൾക്കും അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് ദേശീയ വാർത്തകൾ കൂടി പരിശോധിക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്ത്യ മുന്നണി. മോദിയും അമിത്ഷായും ജൂൺ 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. കാറ്റ് മാറി വീശുകയാണെന്ന് മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അവസാന ഘട്ടത്തിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. രാജ്യം ആർക്കൊപ്പം എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുമുള്ളൂ. വലിയ ആത്മവിശ്വാസമാണ് എൻഡിഎയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും പ്രകടിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും ആര്യ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടത്തിലും കൃത്യമായി തന്നെ BJP നിശ്ചയിച്ച അജണ്ടയിലാണ് കാര്യങ്ങൾ, NDA നിശ്ചയിച്ച അജണ്ടയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ ഏറ്റവും അവസാനത്തെ 3 ഘട്ടം എത്തുമ്പോഴേക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന നിലയിലാണ് ഇന്ത്യ മുന്നണി സഖ്യമുള്ളത് എന്നുള്ളതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ലാപ്പുകൾ എത്തുമ്പോൾ തങ്ങൾ ആദ്യം ഉന്നയിച്ച പല പ്രചാരണങ്ങളിൽ നിന്നും പല വിഷയങ്ങളിൽ നിന്നും NDA സഖ്യം നരേന്ദ്രമോദി തന്നെ പുറകോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആദ്യം 400 പാർ 400+ എന്ന് പറഞ്ഞു വെച്ചിരുന്ന മോദി, വികസന അജണ്ടകൾ പറഞ്ഞു വെച്ചിരുന്ന മോദി പിന്നീട് മറ്റ് പല വിഷയങ്ങളിലേക്കും കടക്കുകയും ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവ് പല യോഗങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയെ നേരിട്ട് ആക്രമിക്കുക, ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് ചോദിക്കുക, അങ്ങനെ പ്രചാരണ രംഗത്ത് കളങ്ങൾ മാറ്റി ചവിട്ടുന്ന കണ്ടപ്പോൾ തന്നെ ഇതിന്റെ ഒരു സൂചനകൾ പ്രത്യേകിച്ച് ലഭ്യമായിരുന്നു. ഇതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കിട്ടി പുറത്തു വരികയും ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടുതൽ കരുത്തോടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും ഇതിനെ രംഗത്ത് വരികയൊക്കെ ചെയ്തത്. ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ NDAയിൽ തന്നെ ഉണ്ടായ ഒരു ആത്മവിശ്വാസ കുറവാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ നിരീക്ഷകരുടെ തന്നെ വിശകലനം പലപ്പോഴും ഈ 400+ എന്നതിനപ്പുറത്തേക്ക് 400+ എന്ന BJPയുടെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഒരു ഭൂരിപക്ഷം NDA മുന്നണിക്ക് ലഭിക്കുന്നതിനപ്പുറം വലിയൊരു സീറ്റെണ്ണത്തിലേക്കോ കഴിഞ്ഞ തവണത്തെ ഒരു പക്ഷേ ലഭിച്ച സീറ്റുകളിലേക്കോ സഖ്യം എത്തില്ല. ഇന്ത്യ സഖ്യം കുറച്ചുകൂടി കരുത്ത് കാട്ടും എന്നുള്ളത് തന്നെയാണ്. ഇതിവിടെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കുക അല്ലെങ്കിൽ മന്ത്രിമാരെ പോലും നിശ്ചയിച്ചുകൊണ്ടുള്ള DMKയുടെ യോഗം അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഉപപ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കഴിയുമ്പോൾ ഉടൻ തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ തരത്തിലുള്ള ആലോചനകൾ പോലും ഇന്ത്യ മുന്നണിയിൽ വരുന്നത് ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ ഘട്ടത്തിലാണ്. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ജൂൺ 4 കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരായി മാറും എന്ന ശക്തമായ പരാമർശം നടത്തുകയാണ്. മറുവശത്ത് മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും പൊതുയോഗങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ളതും കാറ്റ് മാറി വീശുന്നു എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഉള്ള വിള്ളലുകൾ അത് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സഖ്യത്തിന്റെ ഭാഗമാകില്ല എന്ന് പറയുന്നു, പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. ഇതിനൊപ്പം കോൺഗ്രസ് നേതാക്കൾ തന്നെ മമതയ്ക്കെതിരെ വലിയ ആക്രമണം ബംഗാളിൽ നടത്തുന്ന പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ വീണ്ടും ANIക്ക് നൽകിയ അഭിമുഖത്തിലൊക്കെ നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ വർഗീയ നേരത്തെ പറഞ്ഞതുപോലെ മൈനോറിറ്റീസിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ഇന്ത്യ സഖ്യമാണെന്നും കോൺഗ്രസ് ആണെന്നും പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. പശ്ചിമ ബംഗാൾ തൂത്തുവാരുമെന്ന് മോദി പറയും. ഇന്നലെ മോദി ഉണ്ടായിരുന്നത് ബംഗാളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണ ദിവസമാണ്. പരസ്യ പ്രചരണം അവസാനിച്ചതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി നരേന്ദ്രമോദി വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം കന്യാകുമാരിയിലേക്ക് അദ്ദേഹം പോകും. 2 ദിവസത്തെ ധ്യാനമാണ് കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തുക. അതിനുശേഷം 2-ാം തീയതി മാത്രമാകും അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4-ാം തീയതിയാണ് കൗണ്ടിങ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്ന വിഷയങ്ങളാൽ സമ്പന്നമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ആര്യ. തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് കുട്ടികൾക്ക് പരിശോധിക്കാം. ട്രയൽ അലോട്ട്മെന്റിൽ അവർ ആഗ്രഹിച്ച സ്കൂളുകളിലാണോ അവർക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അവസാനിപ്പിച്ചപ്പോൾ 4,65,960 അപേക്ഷകരുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ അപേക്ഷകർ ഉള്ളത്. 82,434 പേരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. 48,140 പേർ അപേക്ഷിച്ച കോഴിക്കോട് ജില്ലയാണ് തൊട്ടുപിന്നിൽ. ജൂൺ 5-നാണ് ആദ്യ അലോട്ട്മെന്റ് ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷു ബമ്പർ ലോട്ടറി എടുത്ത ആളുകൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന ദിനമാണ്. ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. വിപണിയിൽ ഇറക്കിയ 42 ലക്ഷം ടിക്കറ്റുകളിൽ 92,200 ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാൻ ബാക്കിയുള്ളത്. നറുക്കെടുപ്പിന് മുമ്പായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 6 പരമ്പരകളിലായി 1 കോടി രൂപ വീതവും. 300 രൂപയാണ് ടിക്കറ്റ് വില. വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം 10 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും ഇന്ന് നടക്കും. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ അകപ്പെട്ട് ഒഴുകിപ്പോയ വീട്ടമ്മ തിരികെ ജീവിതത്തിലേക്ക് എത്തിയതിന്റെ അമ്പരപ്പിലും ആശ്വാസത്തിലുമാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമായിരുന്നു താഴത്തുകുളക്കട സ്വദേശിനി 61 വയസ്സുള്ള ശ്യാമളയമ്മ വീടിന് സമീപം കല്ലടയാറ്റിൽ വീണത്. 10 കിലോമീറ്ററിലധികം ഒഴുകിപ്പോയ ശ്യാമളമ്മയെ നാട്ടുകാരാണ് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കല്ലടയാറ്റിൽ നിന്നും സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ബോധരഹിതയായി വെള്ളത്തിൽ ഒഴുകി വന്നിരുന്ന ശ്യാമളയമ്മയ്ക്ക് ബോധം വീണത് വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതോടെയാണ്. ബോധം ലഭിച്ചതും ഉച്ചത്തിൽ നിലവിളിച്ചതാണ് രക്ഷയായത്. പുള്ളിക്കാര് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. കാരണം വെച്ചാൽ നല്ലതായിട്ട് റെസ്പോൺസ് ചെയ്യുന്നു ഇങ്ങോട്ട്. നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട അവിടെ തന്നെ നിൽക്കണേ, എന്ത് വെച്ചാൽ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിനകത്തൊരു എന്തായാലും ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് നല്ല സന്തോഷം. കാരണം വെച്ചാൽ രക്ഷപ്പെടട്ടെ ജീവിതത്തിലോട്ട്. നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമളയമ്മയെ രക്ഷിക്കുന്നത് ഏറെ ദുഷ്കരമായിരുന്നെന്ന് നാട്ടുകാർ. ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. അത് പിടിച്ചു കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക തന്നെ വളരെ ദുഷ്കരമായ ഒരു പ്രദേശമാണ് നമുക്ക് അവിടെ ഇങ്ങനെ. കാരണം ഇത് കിടക്കുന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ ഏതാണ്ട് 70 അടിയോളം താഴ്ചയുണ്ട് റോഡിൽ നിന്നും. നമ്മൾ ഇറങ്ങി ഈ ആറ്റിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ട്. അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ്. മുകളിലൊഴുക്കും അടിയൊഴുക്കും നല്ല രീതിയിലുണ്ട്. നമ്മൾ കയറിട്ട് കൊടുത്ത് ആ കയറിൽ അവരെ പിടിച്ചു. പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് ഈ കയറെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ചെന്ന് സഹായിച്ച് പെട്ടെന്ന് ഞങ്ങൾ കരയ്ക്കെത്തിച്ചു. ചെട്ടിയാരഴികത്ത് പാലം, ഞാങ്കാവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പാലവും പിന്നിട്ടാണ് ശ്യാമളയമ്മ ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. കാൽ വഴുതി ആറ്റിൽ വീണെങ്കിലും വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി ഒഴുകിയെത്തിയതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത്. ഒരു മഴക്കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളുമായി ശ്യാമളയമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. വിനീഷ് കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ശ്യാമളമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷം. 10 കിലോമീറ്ററാണ് ഇത്തരത്തിൽ ബോധരഹിതയായി ഒഴുകിപ്പോയത്. എന്നിട്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഒരു സംഭവം വളരെ ഞെട്ടലോടെയാണ് നാട്ടുകാർ കാണുന്നത്. കാരണം കല്ലടയാറ്റിൽ വീണ ആരും തന്നെ തിരികെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം നിലയില്ല ഒരു കയമാണ്. ഏകദേശം ഒരു 10 കിലോമീറ്ററോളമാണ് ഇവർ ഒഴുകിപ്പോയത്. ഇവരുടെ വീടിന്, അതായത് കല്ലടയാറിന് സമീപത്താണ് ഇവർ താമസിക്കുന്നതും. കുളക്കട സ്വദേശിനിയാണ്. 61 വയസ്സാണ് ഈ വയോധികയ്ക്ക്. അവരുടെ പേര് ശ്യാമളയമ്മ എന്നാണ്. അബദ്ധത്തിൽ അവർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീണപ്പോൾ തന്നെ ഇവരുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ വെള്ളത്തിൽ ഉയർന്നു പൊങ്ങിയാണ് ഇവർ ദൂരം സഞ്ചരിച്ചത്. 3 പാലങ്ങൾ പിന്നിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഞാങ്കടവ് പാലം, അതുപോലെ തന്നെ ഈ കുന്നത്തൂർ പാലം, പിന്നെ ചെട്ടിയാരടിക്കത്ത് പാലം. ഈ 3 പാലവും ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യാ സ്പോട്ടാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം പാലത്തിന്റെ മുകളിൽ നിന്നും നിരവധി ആൾക്കാർ ആറ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം വാർത്തകൾക്ക് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം അത്രയും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ കല്ലടയാറ്റിൽ ഉള്ളത്. അപ്പം ഈ കല്ലടയാറ്റിൽ അകപ്പെട്ട ഒരു വയോധിക, അതും 61 വയസ്സുള്ള ഒരു വയോധിക തിരികെ ജീവിതത്തിലേക്ക്
എത്തിയത് തന്നെ ഒരു വലിയൊരു അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 10 കിലോമീറ്ററോളം ഇവർ ഇങ്ങനെ ഒഴുകിപ്പോയതിനു ശേഷം ഒരു വള്ളിപ്പടർപ്പിൽ ഇവരുടെ ശരീരം പെട്ടതിന് അപ്പോഴാണ് ഇവർക്ക് ബോധം തിരികെ ലഭിക്കുന്നതും ഉച്ചത്തിൽ നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. ഈ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഈ കല്ലടയാറിന്റെ തീരത്തേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ തന്നെ നിലയില്ലാ കയത്തിൽ ആറ്റിന്റെ നടുക്കാണ് ഈ ഒരു വയോധികയെ കാണപ്പെടുന്നത്. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത് തന്നെ വലിയ ദുഷ്കരമായൊരു ജോലിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അങ്ങനെ എല്ലാവർക്കൊന്നും ഈ ഒരു ആറ്റിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. നിലയില്ലാ കയമാണ്. നീന്തൽ വശമുള്ള ആൾക്കാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടോടെ ആ സമയത്ത് അവർ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അടിയൊഴുക്ക് അത്രത്തോളം ശക്തമായി തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആണ് ഇവർ ഒരു തോണി സംഘടിപ്പിച്ചിട്ടാണ് ഇവർ പോയതും. പിന്നെ അതുപോലെ തന്നെ കയറിട്ട് കൊടുത്ത് വളരെ ദുഷ്കരമായ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് വയോധികയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. വളരെ സന്തോഷത്തോടെയാണ് നാട്ടുകാർ ഈ ഒരു സംഭവം തന്നെ ഇപ്പോൾ കാണുന്നത്. ശരി വിനീഷ്, എന്തായാലും മരണക്കഴുത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ സന്തോഷത്തിലാണ് ശ്യാമളയമ്മയും കുടുംബവും. നമുക്കും ഈ വാർത്ത കണ്ടപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അത്ഭുതമാണ് അതിലേറെ നമുക്ക് ഉണ്ടാകുന്നത്. 10 കിലോമീറ്ററൊക്കെ വലിയ നിലയില്ലാ കയത്തിലേക്ക് വീണിട്ട് ഒഴുകി നടന്നു, ബോധരഹിതയായി ഒഴുകി നടന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് ജീവിതത്തിലേക്ക് ഒരു കുഴപ്പവുമില്ലാതെ തിരികെ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വാർത്ത കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കാപ്പാട് തീരദേശത്തെ കടൽ ഭിത്തികൾ കടൽക്ഷോഭത്തിൽ തകരുന്നു. തീരദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഭിത്തികൾക്ക് നീളം വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരമാലകൾ ശക്തമാകുമ്പോൾ കാപ്പാട് മുതൽ മുനമ്പത്ത് വരെ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയോടെയാണ് വീടുകളിൽ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ച ഇടങ്ങളിൽ പ്രവൃത്തി നടത്തുമ്പോൾ ആവശ്യമായ പഠനം നടത്തിയില്ലെന്നും ചുരുങ്ങിയത് 20 മീറ്ററെങ്കിലും കടലിലേക്ക് ഇറക്കി കല്ലിടുന്ന സ്ഥിതി ഉണ്ടാകണമെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പറയുന്നു. കടലോരത്തുള്ള ഭിത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു 10-12 മീറ്റർ വീതിയിലിട്ടിട്ട് ഒരു തിരമാല വരുമ്പോഴത്തേക്ക് കടൽ അടിച്ചു പോകുന്ന രീതിയിലേക്ക് വലിച്ചു പോകുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക. അപ്പം അത്തരം മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരോട് ഈ അധികാരികളോട് പറയാനുള്ളത്, ഇത്തരം വർക്കുകളെല്ലാം കൊടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഒരു 20 മീറ്ററെങ്കിലും നിലനിർത്തിക്കൊണ്ട് വേണം ഈ കടൽ പുളിമുട്ട് നിർത്താൻ. 60 വർഷത്തോളമായി കടലോരത്ത് താമസിച്ചു വരുന്നവരാണ് ഇവിടെയുള്ളവരിൽ പലരും. എന്നാൽ കഴിഞ്ഞ 25 വർഷത്തോളമായി കടൽക്ഷോഭം രൂക്ഷമാണ്. അധികൃതർ ആവശ്യമായ പഠനങ്ങൾ നടത്താതെയാണ് പ്രവർത്തികൾ നടത്തുന്നതെന്നാണ് ആരോപണം. താമസിക്കുന്ന വീടുകൾ പലതും സുരക്ഷിതമല്ല. ഇവയാകട്ടെ കടലെടുക്കുമെന്ന ഭീഷണിയിലുമാണ്. തിരമാലയുടെ ശക്തി വർദ്ധിച്ചതോടെ ഭയപ്പാടോടെയാണ് വീട്ടിൽ താമസിക്കുന്നത്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രം മുതൽ കൊയിലാണ്ടി ഹാർബർ പരിസരം വരെ തീരദേശ റോഡുകൾ കടൽഭിത്തി തകർന്ന് അപകട ഭീഷണിയിലുമാണ്. ന്യൂസ് 18 കാപ്പാട്. കായംകുളത്തെ പ്രധാന ജലസ്രോതസ്സായ മലയൻ കനാലിന്റെ ശുചീകരണം ആരംഭിച്ചു. നഗരസഭ 29-ാം വാർഡിലാണ് നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി ആരംഭിച്ചത്. കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ നിലയിലാണ് മലയൻ കനാൽ. നഗരസഭ 29-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മലയൻ കനാലിലെ മാലിന്യങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത്. കായംകുളം നഗരസഭയുടെയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലൂടെയും ഒഴുകി കായംകുളം കായലിൽ ചേരുന്ന മലയൻ കനാൽ ഒഴുക്ക് നിലച്ച് മരങ്ങളും കുറ്റിച്ചെടികളും വളർന്ന അവസ്ഥയിലാണ്. പുള്ളിക്കണക്ക് ഭാഗത്താണ് മരങ്ങളും കുറ്റിച്ചെടികളും വളർന്ന് മാലിന്യം നിറഞ്ഞ് പായലുകളാൽ മൂടി കനാൽ മലിനമായി കിടക്കുന്നത്. ചെട്ടിക്കുളങ്ങര, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ ചെറിയ തോടുകൾ ഒഴുകി വളഞ്ഞ നടക്കാവിൽ സംഗമിച്ച് 2ാം കുറ്റിയിലെത്തുമ്പോഴേക്കും തോട് വലിയ കനാലായി രൂപാന്തരപ്പെടും. നഗരത്തിലെ പ്രധാന തോടിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നീരൊഴുക്ക് സുഗമമാക്കുന്ന ജോലികൾ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്ന് നോക്കുന്നത്. ഇവിടെ നോക്കിയിട്ട് നമുക്കിത് വിജയപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയൻ കനാലിൽ പോകുന്ന 10 വാർഡുകളിൽ കൂടിയാണ് മലയൻ കനാലിൽ പോകുന്നത്. ആ മലയൻ കനാലിൽ പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത് ചെയ്ത് നമുക്ക് നീരൊഴുക്ക് തടസ്സമില്ലാതെ പോകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അതിനുവേണ്ടി കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഫണ്ടുമൊക്കെ വെച്ച് തന്നെ DPCയുടെ അംഗീകാരം വാങ്ങിച്ച് നമ്മൾ ഇത് ചെയ്യാനാണ്. കാരണം സർക്കാർ ഇത് അനുവദിക്കും, വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് ഈ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പായിട്ട് തന്നെ തോടുകൾ ഇതേപോലെ നവീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പോൾ തോട്ടിൽ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ആഴം കൂട്ടി സൈഡ് ബണ്ട് പോലെ നിർമ്മിക്കുകയാണ്.
അപ്പോൾ ഈ കിടക്കുന്ന മരങ്ങളും മരക്കാലുകളും എല്ലാം ആളുകൾ ഇന്ന് വെട്ടുകയാണ്. വെട്ടി ഇത് വൃത്തിയാക്കിക്കൊണ്ട് ഇതിനാഴം കൂട്ടി ഈ മണ്ണെടുത്ത് സൈഡിൽ വെച്ചിട്ട് ഈ സമീപ പ്രദേശങ്ങളിലോട്ട് വെള്ളം കയറാതിരിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ വെള്ളവും ശുചീകരിച്ച് തോട് ശുദ്ധിയാവും. പ്രദേശങ്ങളിൽ മഴക്കാലത്ത് എല്ലാ വർഷങ്ങളിലും ഉണ്ടാകാവുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി സമീപവാസികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതി പ്രകാരം ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. മലയൻ കനാൽ ഒഴുകുന്ന മറ്റു വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി. കാലവർഷം എത്താറായിട്ടും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം. ലയങ്ങളുടെ നവീകരണത്തിന് അനുവദിച്ച 20 കോടി രൂപ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇടുക്കി പീരുമേട് താലൂക്കിലെ 2000-ൽ പൂട്ടിയ 4 തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളാണ് ഏറ്റവും അധികം തകർച്ചയിലായത്. മറ്റ് എസ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ സ്ഥിതിയും ദയനീയം തന്നെ. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാകുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിലും നടപടിയായില്ല. നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചുകെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ലയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഏത് അവസ്ഥയിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയില്ല. അതേ അവസ്ഥയിലാണ് കഴിയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല. പലതവണ ഇങ്ങനെ ചാനലുകാർ വന്ന് അവരോട് ഞങ്ങളുടെ ദുരവസ്ഥയൊക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഒരു കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതേ രീതിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോയെന്ന ഈ മഴക്കാലം എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അതിനാൽ എന്തെങ്കിലും ഞങ്ങളിവിടെ താമസിക്കുന്ന ഇപ്പോൾ ഒരു 10, 13, 14 കുടുംബമേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥകളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു. ഇതും നടപ്പായില്ല. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയം പോലും സുരക്ഷിതമല്ല. ഇടിഞ്ഞു പൊളിഞ്ഞ ലയത്തിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത്. പാത്രമൊക്കെ രാത്രിയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നു? ഇത് നന്നാക്കി കൊടുക്കണം. സർക്കാരെ കൊണ്ട് ആവശ്യപ്പെട്ട് ഞങ്ങൾ പല പ്രാവശ്യം വന്ന് ഓരോരുത്തരൊന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പടുതയെങ്കിലും കിട്ടുവാണ് തൽക്കാലത്തിൽ നിന്ന് മറച്ച് കിടന്ന് ഉറങ്ങാൻ. രാത്രിയിലൊക്കെ ഭയങ്കര കൊച്ചു പിള്ളേരൊക്കെ കടന്ന് പാമ്പ് തേളൊക്കെ കയറിപ്പോറുക രാത്രിയിലൊക്കെ. തകർന്നു വീഴാറായ ലയത്തിൽ കാലിത്തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. കാലവർഷം ശക്തമായാൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയേ മാർഗമുള്ളൂ. ലയം കൊണ്ട് ഇടിഞ്ഞു പൊടിച്ച് ഇന്നലെ രാത്രി 10 മണിയായപ്പോൾ അത് ഇടിഞ്ഞതേ പൊളിഞ്ഞവിടെ താഴെ കിടപ്പുണ്ട്. രാത്രിയൊക്കെ മഴ പെയ്ത മൊത്തം ചോരുവാൻ ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മുടെ ആരോട് പറയാനും പറയുന്നവരൊന്നും നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മൾ എന്നാ ചെയ്യും? 2018-ലെ പെട്ടിമുടി ദുരന്തത്തിന്റെയും 2021-ൽ കോഴിക്കാനത്ത് ലയം തകർന്ന തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ 20 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് 18 തുടരുക. നമസ്കാരം.